السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين آمين. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവരെ, നമ്മളെയൊക്കെ അവൻ്റെ പൊരുത്തം നേടുന്ന, അള്ളാഹുവിൻ്റെ തൃപ്തിയും മഹബ്ബത്തും നേടുന്നവരിൽ ഉൾപ്പെടുത്തി തരട്ടെ. അള്ളാഹു നമ്മളെ കുടുംബത്തിലും മക്കളിലും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമുക്ക് എല്ലാവിധ നന്മകളും ചെയ്യട്ടെ. ഖബറിൻ്റെയും നരകത്തിൻ്റെയും അദാബിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു പൊരുത്തപ്പെടുന്ന രീതിയിൽ സമ്പൂർണ്ണമായ ഹജ്ജ് ഉംറയും ചെയ്യാനും ആ സമ്പൂർണ്ണത മരണം വരെ നിലനിർത്തി തരികയും ചെയ്യട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഹാജിമാരെ, പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, സൂറത്തുൽ ബഖറ 198, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗൂ ഫളൻ മിർ റബ്ബിക്കും فإذا أفضتم من عرفات فاذكروا الله عند المشعر الحرام واذكروه كما هداكم وإن كنتم من قبله لمن الضالين. صدق الله العلي العظيم. പ്രിയപ്പെട്ടവരെ, ഇന്നലെ നമ്മൾ പറഞ്ഞതും ഇന്ന് പറയാൻ പോകുന്നതുമായ സ്ഥലങ്ങളെക്കുറിച്ചാണ് ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്. നമ്മൾ അറഫയിൽ നിന്നു അല്ലേ? അറഫയുമായി ബന്ധപ്പെട്ട കുറച്ച് ചരിത്രങ്ങളൊക്കെ അങ്ങ് പറഞ്ഞുതരാം. അതിന് മുമ്പ് അങ്ങനെ അറഫയിൽ നിന്ന് നമ്മൾ നേരെ മുസ്ദലിഫയിലേക്കാണ് പോകുന്നത് അല്ലേ? പെരുന്നാളിൻ്റെ രാവാണ്, പിറ്റേന്ന് വലിയ പെരുന്നാളാണ്, ദുൽഹിജ്ജ 10. അപ്പോൾ അറഫയിൽ നിന്ന് മിക്ക ആൾക്കാരും സൂര്യൻ അസ്തമിച്ചതിന് ശേഷം പോകും. ദുൽഹിജ്ജ 9 അന്ന്, അറഫ നോമ്പിൻ്റെ അന്ന് നമുക്ക് നോമ്പുണ്ടാവില്ല. ഇനി അതിനു മുമ്പ് പോകുന്ന ആൾക്കാരുണ്ട്. അറഫയിൽ നിർബന്ധമായിട്ട് നിൽക്കേണ്ടത് ഈ വലിയ പെരുന്നാളിൻ്റെ തലേ ദിവസം രാത്രി അർദ്ധരാത്രിക്ക് ശേഷമാണ്. അതിനൊരു സെക്കൻഡ് നിന്നാലും മതി. അർദ്ധരാത്രിക്ക് ശേഷം നിൽക്കണം. അറഫയിൽ നമ്മൾ പോയാൽ മുസ്ദലിഫയിലേക്കാണല്ലോ പോവുക. ആ മുസ്ദലിഫയിൽ പോയിട്ട് നേരെ ആൾക്കാർ എന്ത് ചെയ്യും? മിനായിലേക്ക് പോകും. പക്ഷേ മിനായിലേക്ക് എപ്പോഴേ പോകാൻ പറ്റൂ? ആളുകൾ എന്തെങ്കിലും ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ പറ്റില്ല. അർദ്ധരാത്രിക്ക് ശേഷമേ പോകാൻ പറ്റൂ. അപ്പോൾ ഈ മുസ്ദലിഫയിൽ നിന്നെന്ന് പറയാൻ പറ്റുള്ളൂ. അത് ഉത്തമം സുബഹിക്ക് പോകലാണ്. സുബഹിക്ക് പോകലാണ്. ഇനി നമ്മൾ മിനായിലേക്ക് എന്തിനാണ് പോകുന്നത്? മിനായിൽ കല്ലേറ് നടത്താൻ വേണ്ടിയാണ് പോകുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് മുസ്ദലിഫയിൽ ഉറങ്ങലൊക്കെ സുന്നത്താണ്. മിക്ക ആളുകളും ഉറങ്ങും, ശരിയാണ്. അറഫയിൽ നിന്ന് നടന്ന് ക്ഷീണിച്ച് മിനായിൽ നിന്ന് അറഫയിലേക്ക് എത്തി, അറഫയിൽ നിന്ന് മുസ്ദലിഫയ്ക്ക് എത്തുമ്പോൾ തന്നെ നന്നായിട്ട് ക്ഷീണിക്കും. മനുഷ്യന് എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടിയാൽ മതിയാവും. അപ്പോൾ നന്നായിട്ട് ഉറക്കമൊക്കെ വരും. ഏതായാലും വലിയ ശ്രേഷ്ഠമുള്ള രാത്രിയാണ്, മുസ്ദലിഫിൻ്റെ രാത്രിയാണ്, വലിയ പെരുന്നാളിൻ്റെ രാത്രിയാണ്. ഏതായാലും അവിടെ പിന്നെ നമ്മളിങ്ങനെ മുസ്ദലിഫയിൽ നിന്ന് പോയി ലാസ്റ്റ് മശ്അറുൽ ഹറാം എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തുക. റസൂലുള്ളാഹിക്ക് മണി കുളിക്കൽ സുന്നത്താണ്, അതിന് സൗകര്യം ഉണ്ടാകണമെന്നില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ത്രീകളും ആരോഗ്യം കുറഞ്ഞവർ രാത്രി പകുതിയായാൽ തന്നെ മുസ്ദലിഫയിൽ നിന്ന് മീനായിലേക്ക് പുറപ്പെടൽ സുന്നത്താണ്. ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ആരോഗ്യമുള്ളവരുണ്ട്, ആരോഗ്യമില്ലാത്തവരുണ്ടാവും. ചിലപ്പോൾ സ്ത്രീകൾ കൂടെ ഉള്ളവരുണ്ടാവും. മുസ്ദലിഫയിൽ സൂര്യൻ ഉദിക്കുന്നത് വരെ നിൽക്കൽ സുന്നത്താണെങ്കിൽ പോലും
സ്ത്രീകളും കുട്ടികളും ആരോഗ്യമില്ലാത്ത ആൾക്കാരും സുബഹി വരെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും മിനായിൽ കല്ലെറിയാൻ. അപ്പോൾ ആ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി കുട്ടികളും മറ്റുമൊക്കെ എന്ത് ചെയ്യുക, പകുതിക്ക് ശേഷം തന്നെ രാത്രി പകുതി ആയാൽ തന്നെ പുറപ്പെടലാണ് നല്ലത്, സുന്നത്ത്. ബാക്കിയുള്ളവരെന്ത് ചെയ്യുക, സുബഹി വരെ മുസ്ദലിഫയിൽ നിൽക്കുക. ഒക്കെ ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ചൊക്കെയാണ് വിഷയങ്ങളുള്ളത്. സുബഹിൻ്റെ സമയമായാൽ മുസ്ദലിഫയിൽ വെച്ച് തന്നെ സുബഹി നിസ്കരിച്ചിട്ട് മിനായിലേക്ക് പുറപ്പെടുക. മിനായിലേക്ക് പുറപ്പെടുന്നിടത്താണ് മശ്അറുൽ ഹറാം എന്നുള്ളത്. മശ്അറുൽ ഹറാമിൽ പ്രഭാത വെളിച്ചം പരക്കുന്നത് വരെ ദിക്ർ ദുആകളായിട്ട് കൂടെ കുറച്ച് സമയമുള്ളൂ. സുബഹി ബാങ്ക് കൊടുത്ത ഉടനെ മുസ്ദലിഫ എന്ത് ചെയ്യുന്നു, മുസ്ദലിഫയിൽ നിന്ന് തന്നെ സുബഹി നിസ്കരിച്ച് ഉടനെ മിനായിലേക്ക് പുറപ്പെടുകയാണ്. അപ്പം മശ്അറുൽ ഹറാമിലെത്തും. അവിടെ ഭയങ്കരമായ ശ്രേഷ്ഠതയുള്ള ഒരു സ്ഥലമാണ്. അതാണ് ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്, മശ്അറുൽ ഹറാം. ഖുസഅ എന്നും അതിന് പേരുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ നേരെ മിന എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ ഒരു പള്ളിയുണ്ട്, ആ പള്ളിക്ക് മശ്അറുൽ ഹറാം എന്നാണ് പറയാം. അതാണ് അള്ളാഹു പറഞ്ഞത്, ലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗൂ ഫളൻ മിർ റബ്ബിക്കും. തൽബിയത്തൊന്നും നിർത്താനായിട്ടില്ല കേട്ടോ. തൽബിയത്തും ദിക്റും തസ്ബീഹും ദുആവും ഈ സമയത്തൊക്കെ വേണം. അപ്പം എന്താ ഖുർആൻ പറയുന്നു, ലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗൂ ഫളൻ മിർ റബ്ബിക്കും. നിങ്ങൾക്ക് തെറ്റൊന്നുമില്ല, റബ്ബിൻ്റെ ഔദാര്യം തേടുന്നതിന് തെറ്റൊന്നുമില്ല. ഹജ്ജിൻ്റെ സമയത്ത് കച്ചവടം ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല. അറബികളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ മാർഗ്ഗമായിരുന്നു ഹജ്ജിൻ്റെ സമയത്തുള്ള കച്ചവടം. റൂം വാടക കൊടുക്കുക, വാഹനം വാടക കൊടുക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നടക്കാനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ ആരോ പറഞ്ഞു, ഈ ഒട്ടകം വാടക കൊടുക്കുന്ന ആൾക്കാർക്കും കച്ചവടക്കാർക്കൊന്നും ഹജ്ജ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഖുർആൻ പറയാണ്, ഉണ്ട്, അതിന് തെറ്റൊന്നുമില്ല. ആളുകൾക്ക് ജീവിക്കണ്ടേ, മറ്റുള്ളവർക്ക് ഉപകാരം വേണ്ടേ? ഇബാദത്ത് മാത്രമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും ആളുകൾ? ലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗൂ ഫളൻ മിർ റബ്ബിക്കും. നിങ്ങളെ റബ്ബിൽ നിന്നുള്ള ഔദാര്യം തേടുന്നതിൽ നിങ്ങൾക്ക് യാതൊരു തെറ്റുമില്ല. പടച്ചോൻ്റെ ഔദാര്യമാണ്. കച്ചവടം ചെയ്യാനും പൈസ ഉണ്ടാക്കാനും ലാഭം ഉണ്ടാക്കാനൊക്കെ പടച്ചോൻ നൽകിയ ഔദാര്യങ്ങളാണ്. എന്താ തെറ്റ്? എന്നിട്ട് അള്ളാഹു പറയാണ്, ഫഇദാ ദഫഅതും ഫഇദാ അഫൽതും മിൻ അറഫാത്ത്. അങ്ങനെ അറഫയിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടാൽ, അറഫയിൽ നിന്ന് എങ്ങോട്ടാണ് പുറപ്പെടുക? മുസ്ദലിഫയിലേക്ക്. ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം. മശ്അൽ ഹറാമിൽ വെച്ച് നിങ്ങൾ അള്ളാഹുവിനെ ഒരുപാട് സ്മരിക്കണം. മശ്അൽ ഹറാം വലിയ മഹത്വമുള്ളതാണ്. അറഫയിൽ നിന്ന് മടങ്ങി മുസ്ദലിഫയിൽ നിന്ന ശേഷം മശ്അറുൽ ഹറാം എന്ന സ്ഥലത്ത് ഏറെ നേരം ദിക്ർ ദുആയിലൊക്കെ ഏർപ്പെട്ടിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നന്നായിട്ട് നേരം വെളുക്കുന്നത് വരെ അവിടെ തന്നെയാണ്. നബി തങ്ങൾ അവിടെ മശ്അറുൽ ഹറാമിൽ നിന്നിരുന്നു. ഒരുപാട് ദുആകളൊക്കെ പറയുന്നുണ്ട്. മശ്അർ എന്ന് പറഞ്ഞാൽ അടയാളം എന്നാണ് അർത്ഥം. മശ്അർ എന്ന് പറഞ്ഞാൽ അറഫാത്ത് എന്ന് പറയാനുള്ള കാരണം എന്താ? ഇതൊക്കെ നമ്മൾ ചരിത്രം കൂടെ കൂട്ടി വായിക്കുന്നത് നല്ലതാണ്. അറഫയിൽ നിന്ന് നിങ്ങൾ മശ്അറുൽ ഹറാമിലേക്ക് പുറപ്പെട്ടാൽ എന്താ അറഫാത്ത് എന്ന് പറയാനുള്ള കാരണം? ജംഅ് എന്നും പറയാറുണ്ട്. ഇതിന് ജംഅ് അറഫാത്തൊക്കെ അറബി പേരുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഹജ്ജിൻ്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. എവിടെ നിൽക്കണം, അവിടെ നിൽക്കണം. അങ്ങനെയാണ്. നിങ്ങൾ ചോദിക്കുക, എങ്ങനെ ഇബ്രാഹിം നബി ഹജ്ജ് ചെയ്തത്? ആരെ ഇബ്രാഹിം നബിക്ക് പഠിപ്പിച്ചു കൊടുത്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നിസ്കാരം പഠിപ്പിച്ചു കൊടുത്ത മാതിരി പഠിപ്പിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നിസ്കാരം പഠിപ്പിച്ചു കൊടുത്ത മാതിരി ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഓരോ സ്ഥലത്തും ഇങ്ങനെ കൊണ്ടുപോയി. അങ്ങനെ അറഫയിലെത്തിയപ്പോൾ, അറഫ കാര്യമായൊരു സംഭവമാണല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, അല്ല അൽ അറഫ്ത, അപ്പോൾ കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ എന്ന് ചോദിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, അറഫ്ത്, അതെ ഞാൻ പഠിച്ചു. അപ്പം അറഫ എന്നാണ് പഠിച്ചു എന്നാണല്ലോ, അറിഞ്ഞു മനസ്സിലാക്കി എന്നാണല്ലോ. മറ്റൊരഭിപ്രായം, സ്വർഗത്തിൽ നിന്ന് നമ്മളെ വാപ്പയും ഉമ്മയും ഇറങ്ങി വന്നതിന് ശേഷം എവിടെ കണ്ടുമുട്ടിയത്? അറഫയിൽ വെച്ചാണ് കണ്ടുമുട്ടി മനസ്സിലാക്കിയത്, പരിചയപ്പെട്ടത്. അറഫ തമ്മിൽ അറിഞ്ഞത്. വേറെ ആരുമില്ലല്ലോ. സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ ഈ ഭൂമി പിന്നെ ആദം നബി ഹവ്വാ ബീവി എന്നല്ലേ ഉള്ളൂ.
അവർ രണ്ടുപേരും ഇവിടെ വെച്ചിട്ടാണ് അറിഞ്ഞത് എന്ന്. അപ്പോൾ ഖുർആൻ പറയാണ് അറഫയിൽ നിൽക്കണം. എന്നിട്ട് അള്ളാഹ് പറയാണ് ഫദ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കണം. എങ്ങനെ സ്മരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. സ്മരിക്കാനുള്ള മാർഗം തൽബിയത്തില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുക, അല്ലാഹു അക്ബർ ചെല്ലുക, അള്ളാഹിനെ പുകഴ്ത്തുക, ദുആഇരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എവിടെ? ഇൻദൽ മശ്അരിൽ ഹറാം, മശ്അറുൽ ഹറാമിൽ വെച്ച്. മശ്അർ എന്ന് പറഞ്ഞാൽ ഇബാദത്തിൻ്റെ ചിഹ്നം എന്നാണ്, ഇബാദത്തിൻ്റെ ചിഹ്നം. ഹറാം എന്ന് പറഞ്ഞാൽ വിശുദ്ധം, വിശുദ്ധമായ ചിഹ്നം എന്ന അർത്ഥത്തിലാണ് മശ്അറുൽ ഹറാം എന്ന് പറയുന്നത്. അപ്പം മുസ്ദലിഫ എന്നും മശ്അറുൽ ഹറാമിന് അർത്ഥമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ മുസ്ദലിഫിൻ്റെ ലാസ്റ്റാണ് മശ്അറുൽ ഹറാം. അപ്പോൾ മശ്അറുൽ ഹറാമിൽ വെച്ച് നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക എന്നാണ്. മുസ്ദലിഫയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളതാണ്. അറബികൾക്ക് അങ്ങനെ പരിപാടി ഉണ്ടായിരുന്നു. അറഫയിൽ നിന്നാണ്ട് പിന്നെ മുസ്ദലിഫയിൽ നിൽക്കാതെ നേരെ മിനായിലേക്ക് പോവുക. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത് പറ്റില്ല, നിങ്ങൾ മശ്അറുൽ ഹറാമിൽ പോകണം, എന്നിട്ടാണ് മിനായിലേക്ക് പോകേണ്ടത് എന്നാണ് ആയത്തിൻ്റെ അർത്ഥം. ഫൈദാ അഫൽതും മിൻ അറഫാത്തിൻ ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം. ഖുർആൻ പറഞ്ഞ കേൾക്കാം, സുമ്മ അഫീദു മിൻ ഹൈസു അഫാദന്നാസ്. കുറേശ്ശേക്കൊരു ഇതായിരുന്നു, നമ്മൾ വലിയ ആൾക്കാരാണ്, നമുക്ക് മിനായിലൊന്നും കിടന്നുറങ്ങാനാവില്ല, അല്ല മുസ്ദലിഫയിലൊന്നും പോയി നിൽക്കാനാവില്ല, അറഫയിൽ നിന്ന് നേരെ മിനായിലേക്ക് പോവുക. അപ്പോൾ അള്ളാഹ് പറഞ്ഞു സുമ്മ അഫീദു മിൻ ഹൈസു അഫാദന്നാസ്, മറ്റുള്ള ആളുകളൊക്കെ പോകുന്ന മാതിരി നിങ്ങളവിടെ പോവുക, നിങ്ങൾക്കായിട്ട് ഇപ്പോൾ മുസ്ദലിഫ ഒഴിവൊന്നും കിട്ടൂല എന്ന് ഖുർആൻ. അങ്ങനെ അതൊക്കെ തിരുത്തപ്പെട്ടു. മുസ്ദലിഫ എന്ന് പറയാനുള്ള കാരണവും പിന്നെ വദ്കുറുല്ലാഹ കമാ ഹദാക്കും, അള്ളാഹു നിങ്ങളെ ഹിദായത്താക്കിയതിൻ്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കണം. ഇങ്ങനെ ഹജ്ജൊക്കെ വരാനും വലിയ അവസരം നമുക്ക് കിട്ടിയില്ലേ? ഹജ്ജൊക്കെ ചെയ്യാൻ അള്ളാഹു നമുക്ക് അവസരം തന്നില്ലേ? സ്വർഗത്തേക്ക് പോകാനൊരു മാർഗ്ഗമല്ലേ ഹജ്ജ്? അള്ളാഹു ദുആക്ക് ഇജാബത്ത് ചെയ്യുന്നതല്ലേ ഹജ്ജ്? അപ്പോൾ ഇങ്ങനത്തെ ഒരു ഹിദായത്ത് അള്ളാഹു തആല തന്നു. നമുക്കതിന് പൈസ ഉണ്ടായി, ആരൊക്കെയോ ഒക്കെ തന്ന പൈസയാണ്, അല്ലെങ്കിൽ നമ്മൾ അധ്വാനിച്ച പൈസയാണ്. അതിന് അള്ളാഹു ലാഭം തന്നു, അധ്വാനിക്കാനുള്ള ആരോഗ്യം തന്നു. അങ്ങനെ 4-5 ലക്ഷം 6 ലക്ഷം റുപ്യ മുടക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹജ്ജിന് വന്നു. ഈ ഹജ്ജ് എന്ന് പറഞ്ഞാൽ മനാഫിഉ ലിന്നാസ്, ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, ഞാൻ മുമ്പ് പറഞ്ഞ ഈ ആയത്തുകൾ കേട്ടിട്ടുണ്ടാവും. മനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലുമുള്ള എല്ലാ നന്മയും ഹജ്ജിനുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. മനാഫിഉ ലിന്നാസ്. അപ്പോൾ പിന്നെ അതിനൊക്കെ തൗഫീഖ് തന്ന പടച്ച റബ്ബിനെ നിങ്ങൾ സ്മരിക്കുക. പിന്നെ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. വദ്കുറുഹു കമാ ഹദാക്കും വഇൻ കുൻതും മിൻ ഖബ്ലിഹി ലമിനല്ലാലീൻ. ഇതിനു മുമ്പ് നിങ്ങൾ വഴിപിഴച്ചവരായിരുന്നു. അള്ളാഹു നിങ്ങൾക്ക് ഈമാനും ഇസ്ലാമും തന്ന്, അള്ളാഹുവിൻ്റെ റസൂലിനെ തന്ന്, ഖുർആനെ തന്ന്, ബൈത്തുൽ ഹറാമും കഅബയും പടച്ച റബ്ബിൻ്റെ തിരുഗേഹം സന്ദർശിക്കാനുള്ള ഒരു ഗേഹം ഉണ്ടാക്കി തന്നു. എല്ലാ അവസരവും തന്ന് അള്ളാഹുവിനെ നിങ്ങൾ സ്മരിക്കണം. വഇൻ കുൻതും മിൻ ഖബ്ലിഹി, ഇതിനു മുമ്പ് നിങ്ങളായിരുന്നല്ലോ ലമിനല്ലാലീൻ, വഴിപിഴച്ചവരായിരുന്നല്ലോ. ثم أفيضوا من حيث أفاض الناس. ഇത് ഖുറൈശികളോടാണ്. ഇത് ഖുറൈശികളോടാണ്. ഇതിൻ്റെ അർത്ഥം തന്നെ കേട്ടോ, അറഫേ നിൽക്കില്ലായിരുന്നു അങ്ങനെ കേട്ടോ, മുസ്ദലിഫേ നിൽക്കില്ല എന്നല്ല. അറഫ എന്ന് പറയുന്ന ഹറമിൻ്റെ പുറത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവരോട് പറയാണ് സുമ്മ അഫീദു മിൻ ഹൈസു അഫാദന്നാസ്, ജനങ്ങൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് നിങ്ങളും പുറപ്പെടണം, അറഫയിൽ നിങ്ങൾ നിൽക്കണം. വസ്തഗ്ഫിറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അറബികൾ പറഞ്ഞിരുന്നതേ, ഞങ്ങൾ വലിയ ആൾക്കാരാണ്, ഖുറൈശികളാണ്, പിന്നെ ഞങ്ങൾ മുസ്ദലിഫയിൽ പോയിട്ട് നിൽക്കുള്ളൂ. മുസ്ദലിഫ എന്ന് പറയുന്ന ഹറമിൻ്റെ ഭാഗമാണ്, ഹറമിൻ്റെ പരിധിക്കുള്ളിലാണ് മുസ്ദലിഫ ഉള്ളത്. എന്നാലോ അറഫ ഉള്ളത് ഹറമിൻ്റെ പുറത്താണ്. ഒരു 13 കിലോമീറ്റർ വിസ്തൃതിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അറഫ ഉള്ളത് ഹറമിൻ്റെ പുറത്താണ്. ഞങ്ങൾ ഹറമെന്ന് പുറത്തേക്കൊന്നും പോകില്ല, ആളുകളൊക്കെ പോയിക്കോട്ടെ. അപ്പോൾ അള്ളാഹ് പറയണം അത് പറ്റൂല, ഇവിടെ നല്ല അടക്കവും ഒതുക്കവും വേണം. സുമ്മ അഫീദു മിൻ ഹൈസു അഫാദന്നാസ്, ആളുകൾ പുറപ്പെടുന്ന സ്ഥലത്ത് നിങ്ങളും പുറപ്പെടുക. ഒഴുകുക എന്ന അഫാദൻ്റെ അർത്ഥം ശരിക്ക്. അഫാദ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഒഴുകുക എന്നാണ്. ശരിക്കൊരു ഒഴുക്ക് തന്നെയാണത്. വെള്ളം ഒഴുകുന്നത് പോലെ ഒഴുകലാണ് മനുഷ്യന്മാർ. ഒരു വെള്ളക്കടലാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. അതുകൊണ്ടാണ് അള്ളാഹു ആ പ്രയോഗം നടത്തിയത്. വസ്തഗ്ഫിറുല്ലാഹ്, പടച്ചോനോട് പൊറുക്കലിനെത്താണ്. നോക്കി നിങ്ങൾ എത്ര സ്ഥലത്താണ് അള്ളാഹു വദ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സ്മരിക്കണം. നേരെ മുമ്പുള്ള ആയത്തിൽ അൽ ബഖറയുടെ 198 ആയത്തിൽ ഇവിടെ വീണ്ടും അള്ളാഹ് പറയണം വസ്തഗ്ഫിറുല്ലാഹ്, പടച്ചോനോട് പൊറുക്കലിനെത്താണ്. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹു പൊറുക്കുന്നവനാണ്, റഹീം
വലിയ കാരുണ്യവാനാണ്. നോക്കൂ നിങ്ങൾ, ഇതൊക്കെയാണ് എൻ്റെ പ്രിയപ്പെട്ടവർ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വല്ലാത്തൊരു ഭൂമിയാണത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നിരുടെ കഥയൊക്കെ പറഞ്ഞുതരാം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ രസത്തിന് വേണ്ടി, ഒരു റാഹത്ത് കിട്ടാൻ വേണ്ടി. ഈ അഹ്മദ് ബിൻ അബിൽ ഹൈവാരി എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതൻ ഉണ്ടായിരുന്നു, ഒരു സൂഫി പണ്ഡിതൻ, വലിയ മഹാനാണ്. അബൂ സുലൈമാൻ ദാറാനി എന്ന് പറഞ്ഞ പണ്ഡിതൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുകയാണ്. ആര്? അഹ്മദ് എന്നവർ. എന്നിട്ട് അഹ്മദ് എന്നൊരു പറയാണ്, എനിക്ക് കുറേ ദിവസമായിട്ട് കരച്ചിൽ വരുന്നില്ല, പടച്ചോനെ ആലോചിച്ചിട്ട് കരച്ചിൽ വരുന്നില്ല. ആര് പരാതി പറയുന്നു? അഹ്മദ് എന്നവർ മഹാനായ അബൂ സുലൈമാൻ ദാറാനി തങ്ങളോട് പരാതി പറയണം. കരച്ചിൽ വരാൻ ഞാനൊരു സംഭവം പറഞ്ഞുതരാം. എന്നോട് മഹ്മൂദ് എന്നവർ പറഞ്ഞു തന്നൊരു കഥ പറഞ്ഞുതരാം ഞാൻ. മഹ്മൂദ് എന്നവർ ദാറാനി തങ്ങൾ പറയാണ്, മഹ്മൂദ് എന്നവർ എനിക്ക് പറഞ്ഞു തന്നൊരു കഥ. അറഫൻ്റെ അന്ന് വൈകുന്നേരം ആ പർവ്വതത്തിൻ്റെ മുകളിൽ ഞാനൊരു മനുഷ്യനെ കണ്ടു. ഏത് പർവ്വതം? ജബലുർ റഹ്മ എന്ന് പറയുന്ന പർവ്വതം ഉണ്ടല്ലോ, അറഫൻ്റെ മധ്യത്തിലല്ലേ അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടുന്ന പർവ്വതം. അതിൻ്റെ മുകളിലൊരു മനുഷ്യനിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ പർവ്വതങ്ങളൊക്കെ തലയെക്കെട്ട് കെട്ടിയ മാതിരിയാണ് തോന്നുക ഈ പർവ്വതത്തിൻ്റെ മുകളിലൊക്കെ മനുഷ്യന്മാരെ കണ്ടാൽ. അങ്ങനെ ഹദീസിൽ തന്നെ ഉണ്ട്. ഈ സൂര്യനൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ, അസ്തമിക്കുന്ന നേരത്ത് ഈ പർവ്വതത്തിൻ്റെ മുകളിലൊക്കെ മനുഷ്യന്മാരിങ്ങനെ നിൽക്കുമ്പോൾ ഈ പർവ്വതങ്ങളൊക്കെ തലപ്പാവ് ധരിച്ച മാതിരിയാണ് തോന്നുക. അത്രയും തൂവെള്ള വസ്ത്രധാരികളായ ആളുകളെ കാണുമ്പോൾ. അങ്ങനെ അറഫൻ്റെ ആ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് അയാൾ ഭയങ്കരമായിട്ട് ദ്വാരക്കാണ്. അങ്ങോട്ട് മൂപ്പര് ലാസ്റ്റ് ദ്വാരക്കാണ്. ലാസ്റ്റ് ദ്വാ നിർത്തി പോരാ നേരത്ത് മൂപ്പര് പറയാണ്, അൽ അമാൻ അൽ അമാൻ ഖദ്ദനൽ ഇൻസിറാഫ്. കാവൽ നൽകണേ റബ്ബേ, നരകത്തിന് തൊട്ട് കാവൽ നൽകണേ റബ്ബേ. പോകാൻ നേരമായി, ഇവിടെ നെണീറ്റ് പോരാ നേരമായി, അറഫയിൽ നിന്ന് എനിക്ക് പിരിഞ്ഞു പോരാൻ നേരമായി. അൽ അമാൻ അൽ അമാൻ, കാവൽ നൽകണം റബ്ബേ. ലൈത ശൈരി മാ സനഅതു ഫീ ഹാജത്തിൻ മാ സനഅത ഫീ ഹാജത്തിൻ മസാകിൻ. ഈ സാധുക്കളുടെ കാര്യത്തിൽ നീ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് പടച്ചോനെ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പോവുകയാണ് അറഫയിൽ, എനിക്ക് ഇങ്ങോട്ട് വരാൻ കഴിയുമോ അറിയില്ല. അതുകൊണ്ട് ഈ സാധുക്കളുടെ കാര്യത്തിൽ നീ എന്താണ് തീരുമാനിച്ചതെന്ന് എനിക്ക് അറിയില്ലല്ലോ. ഞാൻ എണീറ്റ് പോവാണ് പടച്ചോനെ. സാധുക്കൾ എന്ന് പറഞ്ഞാൽ മൂപ്പരെക്കുറിച്ചാണ്. ഈ സാധുവിനെ നീ സ്വർഗത്തേക്കാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ, പുറത്തു കൊടുത്തിട്ടുണ്ടോ, ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞിട്ട് മൂപ്പരങ്ങോട്ട് കരയാൻ തുടങ്ങി. അങ്ങനെ മൂപ്പരെ കണ്ണുനീരിങ്ങനെ തെറിക്കുക. തസീലു, ഇങ്ങനെ ഒഴുകുന്നു പോലുമില്ല, കവിളിലൂടെ എന്താകുന്നില്ല, കണ്ണുനീര് ഒഴുകുന്നു പോലുമില്ല. ആ സങ്കടത്തിൻ്റെ ഊക്കൊണ്ട് കണ്ണുനിങ്ങനെ വെള്ളം തെറിക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. ഇങ്ങനത്തെ ഒരു സാഹചര്യം നമുക്കുണ്ടാവില്ലേ പ്രിയപ്പെട്ടവരെ? ഞങ്ങൾ അറഫയിൽ ദ്വാരുന്നു, മിനായത് ദ്വാരുന്നു, പടച്ചോൻ സ്വീകരിച്ചിടല്ലേ? സങ്കടം പറയാൻ പടച്ചോനോട്. പടച്ചോൻ സ്വീകരിച്ചാലേ അതൊക്കെ കിട്ടുള്ളൂ, മക്കബൂലും മബറൂറും ആവുള്ളൂ. ഇങ്ങനെത്ര മനുഷ്യന്മാരുണ്ട് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ കേൾക്കണം, അബൂബക്കർ അഹ്മദ് ബിൻ അലിയുൽ അലബി എന്ന് പറയുന്ന ആൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ വിഷയമാണ്. സിഫത്തു സഫ്വയിൽ ഇബ്നു ജൗസി റഹ്മഹുല്ലാഹ് രേഖപ്പെടുത്തിയ ഒരു സംഭവമാണ്. മൂപ്പര് ഖുർആൻ ഓതി കൊടുക്കുന്ന ആളുകൾക്ക് ഇമാമ് നിൽക്കുന്ന ഒരു ഉസ്താദായിരുന്നു. സ്വന്തം കൈയോട് ജോലി ചെയ്യും, ഒരാളോട് ഒന്നും സ്വീകരിക്കൂല, ശമ്പളം വാങ്ങൂല, ഇമാം വെക്കും, ഖുർആൻ ഓതും. യൂഫ്രട്ടീസ് നദീൻ്റെ അടുത്താണ് മൂപ്പര് താമസം. എന്നിട്ട് അതിന് കുറച്ച് വെള്ളം കോരി കുടിക്കും, ആൾക്കാർ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കും, ആരോടും ഒരു സഹായം തേടില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു അബൂബക്കർ അഹ്മദ് എന്ന് പറയുന്ന മഹാൻ. ഖുർആൻ ഓതി കൊടുക്കുക, ആളുകൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക, ജനങ്ങൾക്ക് ഇമാം വെക്കുക, സ്വന്തം പണിയെടുത്ത് പൈസ ഉണ്ടാക്കുക, ആരോടൊന്നും ചോദിക്കൂല, ജനങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുക, ശുദ്ധ വെള്ളമായിക്കോട്ടെ എന്ന് കരുതിയിട്ട് യൂഫ്രട്ടീസ് നദിയിൽ പോയിട്ടൊരു ഗ്ലാസ്സിൽ വെള്ളം കോരി കുടിക്കും. അങ്ങനെ നോമ്പ് തുറക്കും, നോമ്പുകാരനായിരിക്കും. ആളുകൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ നിർവഹിച്ചു കൊടുക്കും. അള്ളാഹു നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരിൽ പെടുത്തട്ടെ. വലായസ്തൈനു ബിഅദിൻ, ആരോടും ഒരു സഹായം മൂപ്പര് തേടൂല. അങ്ങനെ ഈ ഖബർ മക്കയിൽ ചെന്നാൽ മൂപ്പരെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഖബർ സിയാറത്ത് ചെയ്യും. നമ്മൾ ഖദീജ ബീവിയൊക്കെ ഉണ്ടല്ലോ അവിടെ, വാഫഖീതങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം. അവിടെ ജന്നത്തുൽ മുഅല്ലയിൽ സിയാറത്തൊക്കെ ചെയ്യും. അവിടെ ഉണ്ട് മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ്, നിങ്ങൾ കേട്ടിട്ടില്ലേ ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളെ? ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മഹുല്ലാഹിൻ്റെ ഖബറുണ്ട് അവിടെ. ആ ഖബറിൻ്റെ അടുത്ത് ചെന്നിട്ട്
മൂപ്പരെന്ത് ചെയ്യുന്നല്ലേ യഹുത്തു ബി അസാഹു യഖൂലും, ആ ഖബറിൻ്റെ അടുത്ത് മൂപ്പരൊരു വടിയോട് ഇങ്ങോട്ട് വരക്കും. ഒരു ഖബറിൻ്റെ നീളത്തിൽ വരച്ചിട്ട് പറയും യാ റബ്ബി ഹാഹുന, യാ റബ്ബി ഹാഹുന, പടച്ചോനെ ഇവിടെ, പടച്ചോനെ ഇവിടെ. ഫുദൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ലോകം അംഗീകരിക്കുന്ന മഹാപണ്ഡിതനാണ്. ഷാഫിഈ ഇമാം എന്നൊക്കെ പറഞ്ഞ മാതിരി വലിയ പണ്ഡിതനാണ് ഫുദൈൽ ഇബ്നു ഇയാദ്. അവരറിയാത്ത ആൾക്കാരുണ്ടാവില്ല. ആ ഖബറിൻ്റെ തൊട്ടടുത്തൊരു വടിയോട് വരച്ചിട്ട് പറയും യാ റബ്ബി ഹാഹുന, യാ റബ്ബി ഹാഹുന, ഇവിടെ എന്ന് പറയും. അങ്ങനെ ഹിജറ 503 വർഷം, ഹിജറ 503 വർഷം മൂപ്പര് ഹജ്ജ് ചെയ്തു. അറഫയിൽ വന്നു, ഇഹ്റാം ചെയ്തിട്ട് അറഫയിലെത്തി. ദുആയിരുന്നു നന്നായിട്ട്. അന്ന് വൈകുന്നേരം മൂപ്പര് മരിച്ചു. അറഫയിൽ വൈകുന്നേരം മുഹരിമായിട്ട് മൂപ്പര് മരിച്ചു. ഇഹ്റാം ചെയ്തുകൊണ്ട് മരിച്ചു. ഇതൊക്കെ സംഭവിക്കുകയും ഇതൊന്നും നഷ്ടമാണ്. എൻ്റെ വീട്ടുകാർക്ക് എന്താ ഉണ്ടാകുക, അതൊന്നും ആരും ആലോചിക്കേണ്ട. മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, അള്ളാഹു തആലാൻ്റെ ഖദർ ഖലാ. അവിടെ മരിച്ചാൽ അത്രയും സൗഭാഗ്യം. മുഹരിമായിട്ട് മരിച്ചാൽ മുഹരിമായിട്ട് സ്വർഗത്തേക്ക് പോകാം. അപ്പോൾ അവിടുത്തെ തിരക്കിലെന്താണോ ആവുക, അങ്ങനൊന്നും ആരും ബേജാറാവണ്ട. അങ്ങനെ അറഫ ഭൂമിയിൽ വൈകുന്നേരം മരണപ്പെട്ട ബഹുമാനപ്പെട്ടവരുടെ ഖബർ മയ്യത്ത് മക്കയിലേക്ക് കൊണ്ടുപോയി. ഒരു 10-25 കിലോമീറ്റർ ഉണ്ടല്ലോ, 23 കിലോമീറ്റർ ഉണ്ടല്ലോ മക്കയിലേക്ക്. അങ്ങനെ മൂപ്പര മയ്യത്തുമായിട്ട് കഅബൻ്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ തവാഫ് ചെയ്യപ്പെട്ടു. എന്നിട്ട് വലിയ പെരുന്നാളിൻ്റെ അന്ന്, പിറ്റേ ദിവസം വലിയ പെരുന്നാളിൻ്റെ അന്ന് ബഹുമാനപ്പെട്ടവർ വടി കൊണ്ട് വരച്ച സ്ഥലം ഉണ്ടല്ലോ, ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹിൻ്റെ ഖബർ, അതിൻ്റെ തൊട്ടടുത്ത് ബഹുമാനപ്പെട്ടവരുടെ ഖബർ അടക്കിയത്. ഇതൊക്കെ ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് മഹാന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുക. നാളത്തെ ക്ലാസ്സിൽ ഞാൻ വേറെ സംഭവം പറഞ്ഞുതരാം. കഅബൻ്റെ ഉള്ളിൽ ഒരു സ്ത്രീ പ്രസവിച്ചത്, അതിലുണ്ടായ കുട്ടീൻ്റെ ചരിത്രം. ഓരോ സൗഭാഗ്യങ്ങളാണ്. കഅബൻ്റെ അകത്ത് ഒരു ഉമ്മ പ്രസവിച്ചതും അങ്ങനെ ആ കുട്ടി വലിയ വലിയ ആളായി മാറിയതൊക്കെ ഉള്ളൊരു സംഭവമുണ്ട്. നാളത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് ഓർമ്മ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സബീർ പർവ്വതത്തിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, സബീർ പർവ്വതം റസൂലുള്ളാഹിയും അബൂബക്കർ ഉമർ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നിൽക്കുമ്പോൾ അതങ്ങോട്ട് കുലുങ്ങി എന്ന് പറഞ്ഞില്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വേണ്ടി പോയപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സബീർ പർവ്വതത്തിന് മുകളിലാണ്. നമുക്കത് കാണാൻ പറ്റുക, ആ പർവ്വതം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ സബീർ പർവ്വതം റസൂലുള്ളാഹിനോട് പറയാം, നബിയെ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങണം, ഖുറൈശികൾ വരുന്നുണ്ട്. അപ്പോൾ ഹിറാ പർവ്വതം വിളിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? ഹിറാ പർവ്വതം വിളിച്ചിട്ട് പറഞ്ഞു ഇലയ്യ യാ റസൂലല്ലാഹ്, നബി എങ്ങോട്ട് പോരിയെന്ന്. ഇതാണ് ആ ഭൂമി, വല്ലാത്തൊരു ഭൂമിയാണ്. ഇപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്തുണ്ട് ഒരു 250 മീറ്റർ നീളത്തിൽ വാദി മുഹസ്സിർ എന്ന് പറയുന്ന സ്ഥലം. വല്ലാത്തൊരു ചരിത്ര സംഭവത്തിൻ്റെ അടയാളമാണ് അവിടെ. എന്താ വാദി മുഹസ്സിർ അറിയോ? വാദി മുഹസ്സിർ എത്തുമ്പോൾ ഒന്ന് ഓടണം എന്നാണ്. മിനായിലേക്ക് പോകുമ്പോൾ മുസ്ദലിഫൻ്റെ മിനായിൻ്റെ ഇടക്കുള്ള സ്ഥലമാണിത്, വാദി മുഹസ്സിർ എന്ന് പറയുന്നത്. ഒരു 300 മീറ്റർ 250 മീറ്ററേ ഉള്ളൂ. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ? കഅബ പൊളിക്കാമെന്ന ആളില്ലേ, ആര്? അബ്രഹത്തും കൂട്ടരും. ഈ അബ്രഹത്തും കൂട്ടരെയും നശിപ്പിക്കപ്പെട്ടത് ഇവിടെ വെച്ചിട്ടാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. 60,000 പട്ടകളക്കാരും ഒരുപാട് ആനകളുമായി യുദ്ധത്തിന് വന്ന ആ സംഘത്തെ എന്താണ് അള്ളാഹു ചെയ്തത് എന്നറിയുമോ? അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. കഅബ പൊളിക്കാനുള്ള അവരുടെ കുതന്ത്രങ്ങളൊക്കെ അള്ളാഹു പരാജയപ്പെടുത്തിയില്ലയോ? വഅർസല അലൈഹിം തയ്റൻ അബാബീൽ. അള്ളാഹു തആല നരകത്തിൽ നിന്ന് ചുട്ടെടുത്ത കല്ലുകൾ വഹിച്ചുകൊണ്ടുള്ള പക്ഷികളെ, അബാബീൽ പക്ഷികളെ കൂട്ടം കൂട്ടമായി അള്ളാഹു തആല അവരുടെ മേൽ നിയോഗിച്ചില്ലയോ? ഇവർ കഅബ പൊളിക്കാണ്. അബ്ദുൽ മുത്തലിബ് ഉണ്ട്, നബി അള്ളാഹു എൻ്റെ കഅബയാണ്, എനിക്കിത് നോക്കാൻ കഴിയില്ല, വേണമെങ്കിൽ സംരക്ഷിച്ചോ എന്ന് പറഞ്ഞു. അത് മക്കത്തെ ഭരണാധികാരി റസൂലുള്ളാഹിൻ്റെ ഉപ്പാപ്പയാണ്. അബ്ദുൽ മുത്തലിബ് ഒന്നാണ് പറയാണ്, കഅബൻ്റെ കില്ലിയും പിടിച്ചിട്ട് പറയാണ്, ഇതൊക്കെ നമ്മൾ കാണണം. ആ കഅബൻ്റെ ആ പിടുത്തത്തിൻ്റെ പ്രത്യേകത, ആ കഅബൻ്റെ ആ വസ്ത്രത്തിൻ്റെ പ്രത്യേകത. കഅബൻ്റെ കില്ല പിടിച്ചിട്ട് പറയാണ്, ഇത് എൻ്റെ കഅബയാണ്, എനിക്കൊന്നും കാട്ടാൻ കഴിയില്ല, ഞാൻ എൻ്റെ ഒട്ടകങ്ങളിൽ തൊളിച്ച് പോകുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് അബ്ദുൽ മുത്തലിബ് അവിടുന്ന് പോകുന്നത്. അള്ളാഹു തആല അവർ ഉത്തരവ് സ്വീകരിച്ചു. ആയിക്കോട്ടെ, എൻ്റെ കഅബയെ ഞാൻ സംരക്ഷിച്ചോളാം. ഇതൊക്കെ എല്ലാ ചരിത്രത്തിലും ഉള്ളതാണ്.
നമ്മൾ കാണുന്ന ആ കാബയിൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് പിടിച്ചിട്ട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീട് എൻ്റെ ഒട്ടക ഞാൻ നോക്കുകയാണ്, എനിക്ക് ഞങ്ങളെ തടുക്കാൻ കഴിയില്ല. 60,000 വരുന്ന പട്ടാളങ്ങരെയും ഈ കുതിരക്കാർ, ഈ വലിയ മഹമ്മൂദ് എന്ന് പറയുന്ന വലിയൊരു ആനക്കുണ്ടായിരുന്നു, എനിക്കൊന്നും എടുക്കാൻ കഴിയില്ല, നിൻ്റെ കാബ നീ സംരക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ തൻ്റെ ഒട്ടകങ്ങളെയും ക്ഷണിച്ചിട്ട് പോയി, വിളിച്ചിട്ട് കൊണ്ടുപോയി. കാരണം ഇതിനു മുമ്പ് മൂപ്പര് ഒട്ടകങ്ങളെ ആരും പിടിച്ചടക്കിയിട്ടുണ്ടായിരുന്നു, ഈ അബ്രഹത്തും കൂട്ടരും പിടിച്ചടക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം മൂപ്പര് ചെല്ലുകയാണ്, എൻ്റെ ഒട്ടകങ്ങളെ തരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മൂപ്പര് ചോദിക്കുകയാണ്, അബ്രഹത്ത് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾക്ക് നിങ്ങളെ കാബൊന്നും അല്ലേ പ്രശ്നം, നിങ്ങളെ ഒട്ടകാണോ പ്രശ്നം? അപ്പം പറയണ മൂപ്പര്, ഒട്ടകത്തിന് ഒരു ഉടമസ്ഥനുണ്ട്, കാബക്കൊരു ഉടമസ്ഥനുണ്ട്, കാബൻ്റെ ഉടമസ്ഥൻ നോക്കിക്കോട്ടെ, ഈ ഒട്ടകങ്ങളുടെ ഉടമസ്ഥൻ ഞാനാണ്, അത് ഞാൻ നോക്കും. എന്താ നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ എന്നാണ് ചോദിച്ചത് അബ്രഹത്തെ. ഒരു ഭരണാധികാരി പറയാണ്, അഭിമാന സ്ഥാപനം പൊളിക്കാൻ വരുമ്പോൾ വാറസ്സലാലൈഹിം തയ്റൻ നബാബീൽ, കാലുകളിൽ ചുട്ടെടുത്ത നരകത്തിലെ തീയിൻ്റെ ആ ചൂടുള്ള കല്ലുകളുമായി പക്ഷികളെ അയച്ചു. വജാലും വാറസ്സലാലൈഹിം തയ്റൻ നബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ, ചുട്ടെടുത്ത കല്ലുകളുമായിട്ട് അവരെ ഓരോരുത്തരെയും തലൻ്റെ മുകളിൽ ആ കല്ലിട്ടു. അതിങ്ങനെ നരകത്തിൻ്റെ തീ എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ തീയിൻ്റെ 70 ഇരട്ടിയല്ലേ. അത് തലയുടെ മുകളിൽ വീണപ്പോൾ ഒരു പക്ഷിൻ്റെ കൈ കാലിൽ ചുമക്കാൻ മാത്രം വലുപ്പമുള്ള ചെറിയ കല്ലാണ്. അവരെ തലയിലിട്ടപ്പോൾ അതങ്ങോട്ട് ഉരുകിയിട്ട് അവരെ കഴുത്തിലൂടെ വയറിലൂടെ ഉരുകി അവരുടെ ഗുഹ്യത്തിലൂടെ ബിന്ദുവാരത്തിലൂടെ അത് താഴേക്ക് വീഴുകയും സർവ്വരും മരിക്കുകയും ചെയ്തു എന്നാണ് ഈ സംഭവം ഇവിടെ നടന്നത്. ഫജാലുഹും കഅസ്ഫിൻ മഅകൂൽ, മൃഗങ്ങൾ തിന്ന വഴിക്കോൽ ചണ്ടികളെ പോലെ അള്ളാഹു അവരെയാക്കി. നമ്മൾ പുല്ലൊക്കെ ഇട്ട് കൊടുക്കൂലേ കൂട്ടരെ, ആലയിൽ തൊഴുത്തിൽ പുല്ലിട്ട് കൊടുക്കൂലേ, അങ്ങനെ മൃഗങ്ങൾ തിന്ന് കുറേ ചണ്ടി ഉണ്ടാവില്ലേ, ചവിട്ടിയതും അങ്ങോട്ട് നീക്കിയതുമായിട്ടുള്ള ചണ്ടി, ആ ചണ്ടി പോലെ വാദി മുഹസ്സബിൽ അവരിങ്ങനെ നിരന്നിങ്ങനെ കടന്നു മയ്യത്തായിട്ട് അടുക്കും ചിട്ടിയില്ലാതെ അട്ടിക്കിട്ടിട്ട് കിടന്നു. 240 മീറ്റർ സ്ഥലത്താണ് ഈ വാദി മുഹസ്സിബ്. നമ്മൾ മീനായിലേക്ക് പോകുന്ന സ്ഥലത്ത് കാണാം. നമ്മൾ ആലോചിക്കണം, സൂറത്ത് ഫീല് എന്നുള്ള സൂറത്തും ഈ സ്ഥലവുമായിട്ടുള്ള ബന്ധം മുഴുവൻ നശിപ്പിച്ചു. കാബൻ്റെ റബ്ബ് സംരക്ഷിച്ചു. ആ കാബത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ആ ഒരു സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. അപ്പോഴാണ് ഇതിൻ്റെ ഗൗരവമൊക്കെ നമുക്ക് മനസ്സിലാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വാദി മുഹസ്സിറിലൂടെ നമ്മൾ എവിടേക്കെത്തുന്നു? മിനായിലേക്ക് എത്തുന്നു. നേരത്തെ നമ്മൾ മിനായിൽ നിന്നാണ് പോകുന്നത്, അറഫയിലൂടെ, മുസ്ദലിഫയിലൂടെ, മസ്അറുൽ ഹറാമിലൂടെ. വീണ്ടും നമ്മൾ എങ്ങോട്ട് പോകുന്നു? മിനായിലേക്ക് പോകുന്നു. ഇനി നമുക്കവിടെ കല്ലെറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമു നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമർ റഹീമായ കാരുണ്യവാനായ തമ്പുരാനെ, നിൻ്റെ മുത്തഖീങ്ങളിൽ നിന്നെ ഇഷ്ടപ്പെടുന്നവരിൽ നിനക്ക് അനുസരണയോടുകൂടെ ഇബാദത്ത് ചെയ്യുന്നവരിൽ ഞങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളെ സ്വഭാവവും അമലും നീ നന്നാക്കി തരണേ റഹ്മാനെ. ഞങ്ങളെ അമലും സ്വഭാവവും നീ നന്നാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളെ അമലും സ്വഭാവവും നീ നന്നാക്കി തരണേ റഹ്മാനെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. ഈ വിശുദ്ധമായ ഭൂമിയിൽ ചെല്ലുമ്പോൾ ഓരോ സ്ഥലത്തും ചെയ്യേണ്ട പുണ്യകർമ്മങ്ങളെ ഏറ്റവും പൂർണ്ണമായി ചെയ്യാനുള്ള തൗഫീഖും ഓർമ്മയും അവസരവും ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. ഈ പ്രസംഗങ്ങളൊക്കെ നടത്തി, ഈ ഉപദേശങ്ങളൊക്കെ കേട്ടു, ഇതുപോലെ ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ ചെയ്യാൻ, ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ നീ സഹായിക്കണേ റബ്ബേ. ഞങ്ങളുടെ മക്കളിലും കുടുംബത്തിലും ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. മരിച്ചു പോയവർക്ക് നീ സ്വർഗം കൊടുക്കണേ റബ്ബേ. ഈമാനോടുകൂടിയുള്ള മരണം നൽകണേ റഹ്മാനെ. മരണസമയം വരെ ഞങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ ശേഷികളും നീ നിലർത്തി തരണേ അല്ലാഹ്. നിൻ്റെ സ്വർഗലോകത്ത് ഈമാനോടുകൂടി മരണപ്പെട്ട് ഞങ്ങളിത് മരിച്ചു പോയവരോടൊപ്പം സ്വർഗലോകത്ത് ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.